പേടിച്ചരണ്ടതുപോലെയുള്ള മകളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് സേതു വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ നിന്നും തലയുയർത്തിയത്. മതിൽക്കെട്ടുകൾ. ഒരു മോഷണക്കേസിന്റെ തെളിവ് കണ്ടെത്താൻ വേണ്ടി ഷെർലക് ഹോംസും വാട്സണും കൂടി ഒരു വീടിന്റെ പരിസരം പരിശോധിക്കാൻ രാത്രിയിൽ പോകുവാൻ തുടങ്ങുമ്പോഴാണ് മകളുടെ നിലവിളി അയാളെ വായിച്ചുകൊണ്ടിരുന്ന കഥയിൽ നിന്നും മുറിയിലേക്ക് തിരികെ വലിച്ചിട്ടത്. ഒരു നിമിഷമെടുത്തു കഥാപരിസരത്തു നിന്നും അയാൾക്ക് മുറിയിലേക്ക് തിരിച്ചെത്താൻ. ചാടി എഴുന്നേറ്റ് മകളുടെ മുറിയിലേക്ക് ഓടിയെത്തുമ്പോൾ അയാൾക്ക് മുമ്പേ അവിടെയെത്തിയ അവളുടെ അമ്മ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മകളാകട്ടെ ഭയന്നു വിറച്ച് ജനലിൻ്റെ ഭാഗത്തേക്ക് തുറിച്ചു നോക്കി നിൽക്കുകയും. മുറിക്കുള്ളിലേക്ക് ഓടിയെത്തിയ സേതു മകളെ വിളിച്ചതും അച്ഛേ എന്ന് വിളിച്ച് അമ്മയുടെ കൈക്കുള്ളിൽ നിന്നും കുതറി മാറി അവൾ അയാളുടെ മാറോട് ചേർന്ന് നിന്നു. അവളുടെ ഏങ്ങലടി ശബ്ദം ഒഴുകിപ്പരന്ന് മുറിയാകെ നിറഞ്ഞു. അവളുടെ ശരീരമാകെ വിറയ്ക്കുന്നത് അയാൾ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞു. അവളൊരു അച്ഛൻകുട്ടിയായിരുന്നു. അമ്മയേക്കാളധികം അച്ഛനായിരുന്നു അവളുടെ അടുത്ത കൂട്ട്. ഏതൊരു കാര്യവും അവൾ ആദ്യം പങ്കിടുന്നതും അച്ഛനോടായിരുന്നു. അതിൻ്റെ പേരിൽ അമ്മയും മകളും തമ്മിൽ ഇടയ്ക്കിടെ ശണ്ട കൂടും. ഞാനെൻ്റെ അച്ഛൻ്റെ മോള, ഒന്ന് പോവമ്മേ. അമ്മയെ നിസാരയാക്കി അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകും. അവളുടെ അമ്മ ചെറുചിരിയോടെ അത് കണ്ടു നിൽക്കും. എന്താടാ വാവേ? അവളെ നെഞ്ചോട് ചേർത്ത് മുടിയിൽ തലോടിക്കൊണ്ട് അയാൾ പതിയെ ചോദിച്ചു. അവിടെ നിന്നാരോ എത്തി നോക്കി അച്ഛാ. ഏങ്ങലുകൾക്കിടയിലൂടെ അവളുടെ ശബ്ദം ഇടറി വീണു. സേതു ഒരു ഞെട്ടലോടെ ഭാര്യയെ നോക്കി. അത് കേട്ട് അവളും അയാളെ തന്നെ നോക്കി. അവരുടെ മിഴികൾ തമ്മിൽ ഒരു നിമിഷം കൂട്ടിപ്പിണഞ്ഞു. സ്മരണകളുടെ തപത്തിലെന്ന പോലെ മകളിലുള്ള അയാളുടെ പിടുത്തം അറിയാതെ മുറുകി. ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു ദിവസത്തിലേക്കാണ് അയാളുടെ ഓർമ്മകൾ ചെന്നെത്തി നിൽക്കുന്നത്. അന്നത്തെ സംഭവവും ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ താൻ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതായി അയാൾക്ക് തോന്നി. അത്താഴമെല്ലാം കഴിഞ്ഞ് പത്രവായനയുടെ ഒരു സമയമുണ്ട് സേതുവിന്. അത് അയാളുടെ ദിനചര്യയുടെ ഭാഗവുമാണ്. രാവിലെ തലക്കെട്ടുകളിലൂടെ മാത്രം നീങ്ങുന്ന പത്രവായന പൂർണ്ണമാകുന്നത് വൈകുന്നേരത്തെ ഈ വായനാ സമയത്താണ്. അത് ഭാര്യ അടുക്കള വൃത്തിയാക്കി അടുത്ത ദിവസം രാവിലെ കാപ്പിക്ക് വേണ്ടതും തയ്യാറാക്കി വെച്ച് വരുവോളം നീളും. പിന്നെ അവരിരുവരും കൂടി സംസാരിച്ചിരിക്കും. ജോലിസ്ഥലത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പങ്കിടുന്ന സമയമാണത്. അടുക്കളയിൽ ആരോ ഒളിഞ്ഞു നോക്കിയതുപോലെ തോന്നി എനിക്ക്. അടുത്ത കസേരയിൽ വന്നിരുന്ന് മുഖവരിയില്ലാതെ ഭാര്യ പറഞ്ഞു തുടങ്ങിയപ്പോൾ വായിച്ചിരുന്ന പുസ്തകത്തിൽ നിന്നും തലയുയർത്തി സേതു അവളെയൊന്ന് നോക്കി. അത് നിനക്ക് ചിലപ്പോൾ തോന്നിയതാകും. ഈ രാത്രിയിൽ ഇവിടെ ആര് വരാനാ? അല്ലെങ്കിൽ തന്നെ അടുക്കളയിൽ വന്നിട്ട് ഇപ്പോൾ എന്തു കാണാനാ? ശൃംഗാരം കലർന്ന ഒരു ചെറിയ ചിരിയോടെ സേതു പറഞ്ഞു. കളിയല്ലേ? അയാളുടെ തമാശ ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ പറഞ്ഞപ്പോൾ സേതു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. സാധാരണ അയാളുടെ തമാശകൾക്ക് ഒപ്പം നിന്ന് മറുപടി പറയാൻ അവൾ ഒട്ടും പിന്നിലല്ല. പക്ഷേ അസാധാരണ ഗൗരവമായിരുന്നു അപ്പോൾ അവളുടെ മുഖത്ത്. അതുകണ്ടപ്പോൾ തമാശ വിട്ട് അയാളും കാര്യഗൗരവത്തിലേക്ക് വന്നു. ഏയ്, തനിക്ക് തോന്നിയതാകും. അങ്ങനെ ഇപ്പോൾ സംശയിക്കാൻ ആരാ ഇവിടെ? എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ? എനിക്കറിയില്ല. പക്ഷേ ആരോ ഒരാൾ അവിടെ വീടിന് പിറകിലുണ്ടായിരുന്നു. അവൾ അക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. ടോർച്ചുമെടുത്ത് അയാൾ വീടിൻ്റെ പിറകിൽ ആളെ കണ്ടുവന്ന് ഭാര്യ പറഞ്ഞിടത്തേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ നിലത്ത് ആരോ ചവിട്ടി നിന്നതിൻ്റെ ചെരുപ്പുപാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. ആരായിരിക്കും ഇവിടെ വന്ന് നിൽക്കാൻ സാധ്യതയുള്ളവർ? അടുത്തുള്ള പലരുടെയും മുഖങ്ങൾ അയാളുടെ മനസ്സിലൂടെ ഒരു നിമിഷം മിന്നിമാഞ്ഞു. അതിലൊന്നും സംശയിക്കേണ്ട ഒരു മുഖവും കണ്ടെത്താനായില്ല. പിന്നെ ആര്? അയാൾ ആകെ ആശയക്കുഴപ്പത്തിലായി. എങ്കിലും ഭാര്യയുടെ മനസ്സിലേക്ക് ഭീതിയുടെ ഒരു നിഴലിനെ കടത്തിവിടാൻ അയാൾക്ക് തോന്നിയില്ല. അത് നിനക്ക് വെറുതെ തോന്നിയതാ, അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഭാര്യയുടെ മുഖത്ത് നോക്കാതെയാണ് സേതു അത് പറഞ്ഞത്. തനിക്ക് തോന്നിയതാണെന്ന് സേതു പറഞ്ഞെങ്കിലും അത് വെറും തോന്നലല്ലായിരുന്നുവെന്ന് അവൾക്കും അറിയാമായിരുന്നു. എങ്കിലും അതൊരു പ്രശ്നമാക്കി ഊതി വീർപ്പിക്കാൻ അവളും തയ്യാറായില്ല. വളഞ്ഞു പൊളഞ്ഞു പോകുന്ന വലിയൊരു വഴിയുടെ അരികിലായാണ് അവരുടെ വീട്. അവരുടെ വീടിൻ്റെ ഓരം ചേർന്ന് നടന്ന് 2 പറമ്പ് മുറിച്ചു കടന്നാൽ നടന്നു പോകുന്നവർക്ക് 2 കിലോമീറ്ററോളം ദൂരം ലാഭമായി കിട്ടും. നടന്നു പോകുന്നവർ കുറുക്കുവഴിയായി അതങ്ങനെ ഉപയോഗിച്ചു വരുന്നുമുണ്ട്. സേതു ആകട്ടെ അതൊട്ട് തടയാനും പോയിട്ടില്ല. കാരണം അവരെയെല്ലാം സേതുവിനെ വ്യക്തിപരമായി തന്നെ അറിയാമായിരുന്നു. ചുറ്റുമുള്ളവരൊക്കെ മതിലും കെട്ടി ഗേറ്റും സ്ഥാപിച്ച് വീടാകെ അടച്ചു കെട്ടിയപ്പോൾ സേതു ആകട്ടെ തൻ്റെ പുരയിടം എല്ലാവരുടെയും മുമ്പിൽ തുറന്നിട്ടു. അയാൾ മനുഷ്യനിൽ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്മേലാണ് കടന്നുകയറ്റമുണ്ടായിരിക്കുന്നത്. പിന്നീട് ഇതുവരെ
ഒരു ശല്യവും കാണാത്തതുകൊണ്ട് അന്ന് ആർക്കെങ്കിലും അബദ്ധം പറ്റിയതാകും എന്നാണ് അയാൾ കരുതിയത്. എങ്കിലും അന്നത്തെ സംഭവം മനസ്സിൽ ഒരു കരടായി തന്നെ അവശേഷിച്ചു. പിന്നെ ഇന്നാണ് വീണ്ടും, അതും മകളുടെ മുറിയിലേക്ക്. അയാളുടെ ഹൃദയം വിറച്ചു. മകളെ ചേർത്ത് പിടിച്ച് അവളുടെ മുറിയിലേക്ക് നടന്നു. അച്ഛേ, ഞാനിന്ന് നിങ്ങളുടെ കൂടെ കിടന്നോട്ടെ, എനിക്ക് പേടിയായിട്ടാ. അയാളുടെ കൈക്കുള്ളിൽ നിന്നും മാറാൻ സമ്മതിക്കാതെ മകൾ തേങ്ങി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് സേതുവിൻ്റെയും ഭാര്യയുടെയും ഇടയിൽ കിടന്നാണ് അവൾ ഉറങ്ങിയത്. ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് 2 ആഴ്ചയോളം ഒന്നും സംഭവിച്ചില്ല. എന്നാൽ വീണ്ടും ഒരു പരീക്ഷണത്തിന് സേതു തയ്യാറല്ലായിരുന്നു. പുറത്താരും അറിയാതെ അതീവ രഹസ്യമായി വീടിനു ചുറ്റും അയാൾ നിരീക്ഷണ ക്യാമറകൾ ഘടിപ്പിച്ചു. ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് അവിശ്വസിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് അയാൾ മാറിയിരുന്നു. മനുഷ്യരിലുള്ള അയാളുടെ വിശ്വാസത്തിന് കോട്ടം തട്ടിയിരിക്കുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും അടുക്കളയിൽ അജ്ഞാതൻ്റെ ഒളിഞ്ഞുനോട്ടമുണ്ടായത്. ഇത്തവണ ഭാര്യ പറഞ്ഞ ഉടൻ തന്നെ വീടിന് ചുറ്റുമുള്ള വെളിച്ചമിട്ട് സേതു അവിടേക്ക് ഓടിച്ചെന്നു. ഒരാൾ അതിവേഗത്തിൽ ഓടിമറിയുന്നത് അയാൾ കണ്ടു. അയാൾ നിന്നിയെടുത്ത് ചവിട്ടി നിന്ന് ചെരുപ്പിൻ്റെ പാടുകൾ ഞെരിഞ്ഞമർന്നിരുന്നു. വേഗം തന്നെ വന്ന് CCTVയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചു. സേതു ഞെട്ടിപ്പോയി. ജ്യേഷ്ഠതുല്യനായി കരുതിയിരുന്ന ആളായിരുന്നു ചിത്രത്തിൽ. നാട്ടിലെ പൊതുകാര്യ പ്രസക്തൻ, ഏതൊരു കാര്യത്തിനും എല്ലാവരുടെയും ഒപ്പം കൂടുന്നയാൾ. അയാൾക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അയാൾ വേഗം തന്നെ അടുത്ത വീട്ടിലെ 2 ചെറുപ്പക്കാരെ കൂടി വിളിച്ചു. നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിന്ന് സഹകരിക്കുന്നവരായിരുന്നു അവർ. ക്യാമറ ദൃശ്യങ്ങൾ കണ്ടതോടെ അവരും ഞെട്ടിപ്പോയി. അവരാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ. പരാതി കൊടുക്കണം മാഷേ, ഇനി ഒരിടത്തും അയാളിങ്ങനെ എത്തി നോക്കരുത്, ഞങ്ങളുണ്ട് കൂടെ, ചെറുപ്പക്കാർ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ സേതുവിൻ്റെ തല ഉയർന്നു തന്നെ നിന്നു. തൻ്റെ കുടുംബത്തിലേക്ക് ഇത്തരമൊരു സാഹചര്യം വന്നെത്തുമെന്ന് അയാൾ ഒരിക്കലും കരുതിയതല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരിടത്ത് ഇങ്ങനെ സംഭവിക്കരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. അതിനാലാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയതും. താഴ്ന്ന ശിരസുമായി നാട്ടിലെ മാന്യദേഹം സ്റ്റേഷനിലെ ബെഞ്ചിലിരുന്നു. അതുവരെ പടുത്തുയർത്തിയ സത്പേരെല്ലാം ഉരിഞ്ഞു കളയപ്പെട്ട് തെരുവിൽ നഗ്നനായതുപോലെ അയാളെ ജാമ്യത്തിലെടുക്കാൻ പോലും ആരും തയ്യാറായില്ല. കാരണം സേതു അവർക്കെല്ലാം അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു. അയാളുടെ കുടുംബത്തിൽ നടന്നത് നാളെ തങ്ങളുടെ വീട്ടിലും ആവർത്തിക്കപ്പെട്ടേക്കാമെന്ന് അവർക്കൊക്കെ തോന്നിയിരുന്നു. ഗേറ്റ് അടച്ചുപൂട്ടി സേതു വീട്ടിലേക്ക് തിരിഞ്ഞു. അന്നത്തെ സംഭവത്തോടെ അയാളും മതിലുകൾ പണിയുകയും ഗേറ്റ് സ്ഥാപിച്ച് അടച്ചുറപ്പാക്കുകയും ചെയ്തു. മനുഷ്യരിലുള്ള വിശ്വാസം അവസാനിക്കുമ്പോഴാണ് ചുറ്റും മതിലുകൾ ഉയരുന്നതെന്ന് അയാൾക്കും ബോധ്യമായിരുന്നു.